എത്രയായി? കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ചേച്ചിയുടെ CID പണി നടക്കട്ടെ. ഞാനിവിടെയൊക്കെ തന്നെ കാണും. വേണ്ട, താൻ പൊയ്ക്കോ. അപ്പൊ സഹായത്തിന് ആളെ വേണ്ടേ? അല്ല, ഈ ദാസനും വിജയനും ചേർന്നാണല്ലോ ഈ എല്ലാ കേസും തെളിയിക്കുന്നത്. താൻ പോകുന്നുണ്ടോ? അതോ പോയി എന്നാ പോ. ചേടാ, മൊബൈൽ എടുത്തില്ലല്ലോ, കഷ്ടായിപ്പോയി. അപ്പൊ ഇവളാണല്ലേ യഥാർത്ഥ കാമുകി. അപ്പൊ പോലീസുകാരിയോ? ഓ, അത് സ്റ്റെപ്പിനെ ആയിരിക്കും. ആർക്കറിയാം എവിടേക്ക് എത്ര എണ്ണം ഉണ്ടെന്ന്. പോലീസുകാരുടെ സ്വഭാവമല്ലേ. പണ്ടേ മുത്തശ്ശി പറഞ്ഞത് പോലീസുകാരെ ആനക്കാരെയും വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല, ഇപ്പതേ അനുഭവിക്കുന്ന കണ്ടില്ലേ. നേരെ ഇടിച്ചു കയറി ചെന്നാലോ? വേണ്ട, ഇപ്പോഴേ നമ്മൾ പൊളിച്ച പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. ആദ്യം ഈ കളി എവിടെ വരെ പോകും നോക്കട്ടെ. എന്റെ അത്ര സൗന്ദര്യമില്ല, പൊക്കമില്ല, പിന്നെ എന്ത് കിട്ടിട്ട് എത്തറിന് വിളം. ആ പോലീസുകാരി എന്റെ അത്ര സുന്ദരിയൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആണുങ്ങളുടെ മനസ്സ് കണ്ടവരാരുമില്ല. എങ്ങോട്ടായിരിക്കും പോയെ? എന്തായാലും ഓഫീസിലേക്കാവില്ല. ഇനി വല്ല ലോഡ്ജിലേക്കും മറ്റുമാണോ? എങ്കിൽ ഇന്ന് രണ്ടിനെ കൊല്ലും ഞാൻ. ഓട്ടോറിക്ഷ തന്നെ പറഞ്ഞു വിട്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞു വിട്ടാലും ഞാൻ പോവില്ല CID ചേച്ചി. ഇതൊക്കെ ഒരു സാമൂഹ്യ സേവനമല്ലേ. ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പോലീസിനെ പിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ചേച്ചി വാ, നമുക്കിപ്പൊ ശരിയാക്കാം. വാ ചേച്ചി. ക്ലച്ച് കേബിള് പൊട്ടിപ്പോയി. ഇനിയിപ്പോ ടൗണിൽ പോയി പുതിയത് വാങ്ങിച്ചോണ്ടൊന്ന് ഫിറ്റ് ചെയ്യാതെ വണ്ടി അനങ്ങത്തില്ല. തന്റെ വാചകം കൂടി കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെയൊക്കെ തീരുന്നു. അല്ലേ ചേച്ചി, ഇതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനമല്ലേ. യന്ത്രം ഓരോന്നിറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്ത്. അയ്യോ ചേച്ചി, പിണങ്ങി പോവാണോ? എന്റെ നമ്പർ വേണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. KP സതീശൻ, കുഞ്ചാലമൂട്. ചേച്ചി
ചേടാ, എന്നാലും എൻ്റെ ക്ലച്ച് കേബിളെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എൻ്റെ CID പണി നീ ആയിട്ട് ഇല്ലാതാക്കിയല്ലോ.